ഹായ് ഗൈസ്, പണീല ടോക്സിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മന്തീനെ കുറിച്ച് പറയാം. അതായത് എനിക്ക് മന്തി എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പെഷ്യൽ സാധനമാണ്. ഞാൻ കൊച്ചിയിൽ കുറച്ച് കാലം നിന്നിട്ടുണ്ട്, ഒരു 2 കൊല്ലത്തോളം കൊച്ചിയിൽ നിന്നിട്ടുണ്ട്. പക്ഷേ അവിടെ എൻ്റെ ഫ്രണ്ട്ഷിപ്പ് വളർത്താൻ മന്തി വല്ലാത്തൊരു റോള് വഹിച്ചിട്ടുണ്ട്. റോളുണ്ട് മന്തിക്ക്. എന്താണെന്ന് വെച്ചാൽ, സാധാരണ കുറേ പേരൊക്കെ പറയുന്ന പോലെ ബോയ്സ് എല്ലാവരും ഒത്തുകൂടിയാ ഫസ്റ്റ് എല്ലാവരും പറയുന്ന ആ കുപ്പി എടുക്കാം, അടിക്കാം, സെറ്റാക്കാന്നല്ലേ. പക്ഷേ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ്ങിലും, നമ്മുടെയൊക്കെ ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ്ങിലും, എൻ്റെ ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ്ങിലും എന്താണെന്ന് വെച്ചാൽ, ഞാനൊക്കെ ഫസ്റ്റ് പറയും വാ മന്തി കഴിക്കാൻ പോവാം. അപ്പോൾ നമ്മൾ ടീമായിട്ട് ഒന്നിച്ച് ഇവിടെ കുബാബ, അൽ ഡ്രീം, അറേബ്യൻ പാലസ്, ഇവിടെ ഒക്കെ മന്തി കഴിക്കാൻ പോകും. നമ്മൾ ടീമായിട്ട് ഒന്നിച്ചൊരു 10-14 പേരൊക്കെ പോയിട്ട് ഒരു ദിവസം രാത്രി പോയിട്ട് അവിടെ ഞാൻ അത്യാവശ്യം നല്ലപോലെ ഫുഡ് കഴിക്കും. അപ്പോൾ ഒരു ദിവസം ഫുഡ് കഴിയാറായി എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ഇത് മന്തി കഴിക്കാൻ പോകുന്നു. മന്തി കഴിക്കുന്ന സമയത്ത് ഓരോ കഥകൾ പറയുന്നു. എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞിട്ടുണ്ട്, മന്തി ഇതുപോലെ ഒരു ഷോപ്പിൽ പോയിട്ട് ലിറ്ററലി മന്തി കഴിച്ച് കഴിഞ്ഞ് അവിടുത്തെ ഫുഡ് തീർന്നു, എന്നിട്ട് അവരെ പുറത്താക്കിയിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നിയത് കുപ്പി ഇതൊന്നും അല്ല. എല്ലാവരും കരുതുന്ന പോലെ ബോയ്സിൻ്റെ ഗ്യാങ്ങിന് മന്തി കുറച്ചുകൂടെ ഇഷ്ടമാണ്. കാരണം എന്താ വെച്ചാൽ മന്തി എക്കണോമിക്കലാണ്. 200 രൂപ കൊടുത്ത് എത്ര വേണം അൺലിമിറ്റഡ് ആയിട്ട് തിന്നാം. അതാണ് എനിക്ക് തോന്നിയത്. കുപ്പിയേക്കാളും ഡ്രഗ്സിനേക്കാളും ഒക്കെ ഫ്രണ്ട്ഷിപ്പ് ആണ് വലുത്. ഫ്രണ്ട്ഷിപ്പിൽ എനിക്ക് മന്തി ഒരു ബെറ്റർ റോള് വഹിച്ചതായിട്ട് തോന്നിയിട്ടുണ്ട്. നാട്ടിൽ നിന്നാണേലും മന്തി കഴിക്കാൻ പോകണമെന്ന് ആഗ്രഹമുണ്ട്, അങ്ങനെ പോവും. അപ്പോൾ അങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പ് ഗാങ്സിന് ഇത് ഷെയർ ചെയ്യുക. അപ്പോൾ ബൈ.